ബിഗ് ബോസിനകത്ത് നിന്ന് നമ്മുടെ പട്ട ഗേൾസ് അടിപൊളി സാരിയൊക്കെ ഉടുത്ത് ഗെറ്റപ്പിലൊക്കെ നടക്കുന്നുണ്ട്. അത് നമ്മുടെ അനീഷേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അനീഷേട്ടൻ പറയുന്നു ആരെ നോക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയി. എല്ലാവരും അടിപൊളിയായിട്ട് നിൽക്കുന്നു. എല്ലാവരോടും ഒരുമിച്ച് സാരി ഉടുത്തപ്പോൾ അത് മിസ്റ്റേക്ക് ആയിപ്പോയി. കാരണം ഓരോരുത്തർ സാരി ഉടുക്കുമ്പോൾ നമുക്ക് ഒരാളിലേക്ക് ഇങ്ങനെ അട്രാക്ഷൻ പോകും. ഇത് 3 പേരും കൂടെ സാരി ഉടുത്തത് അതുകൊണ്ട് ആരെ നോക്കണം എന്നുള്ള കൺഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ലാലേട്ടൻ ഇന്നലെ ഒരു സംഭവം എടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ അനുമോളും അനീഷിന്റെ ഒരു പിന്നെ കെയറിങ്ങിന് അനീഷേട്ടനെ നമ്മുടെ അനുമോള് കെയർ ചെയ്യുന്നതിന് അത് ഇന്നും മുതൽ നമ്മുടെ ബിഗ് ബോസിലെ വീട്ടിലുള്ള ആൾക്കാരത് മുതലെടുക്കുന്നുണ്ട്. അനുമോളെ അനീഷേട്ടനെയും തമ്മിൽ കളിയാക്കുന്നുണ്ട്. അടുക്കളയിൽ കിച്ചൺ ഏരിയയിൽ രണ്ടുപേരുടെ ദോശ ചുടുന്നുണ്ട്. അനീഷേട്ടനോട് ദോശ ചുടുന്നു. അപ്പൊ അനുമോളും അതിൽ നൂറയും ഷനവാസൊക്കെയും എല്ലാവരും ഉണ്ട്. അപ്പം നമ്മുടെ ലാലേട്ടൻ ഇന്നലെ പറഞ്ഞതിനെ വെച്ചുകൊണ്ട് അവിടെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം അനുമോളും അത് കൂടെ നിൽക്കുന്നുണ്ട്. അനീഷേട്ടനും സത്യത്തിൽ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പുള്ളിക്കാരൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇന്ന് സോറി, മണി ബാങ്ക് ടാസ്ക്, പണപ്പെരുമഴ ടാസ്ക് കുറേ ഉണ്ട്. എന്നിട്ട് നമ്മുടെ പ്രൊമോ വന്നിട്ടുണ്ട്. അത് താമസിയാതെ നടക്കും. അപ്പം ബിഗ് ബോസിനകത്ത് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. അപ്പം നമ്മുടെ പിന്നെ നിവിനും അക്ബറും ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല ഹാപ്പിയിലാണ് കേട്ടോ. അവരെല്ലാം ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. മറ്റു രണ്ടുപേരും കൂടെ മാറി ഒരു സൈഡ് ഒറ്റപ്പെട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നുണ്ട്. കാരണം അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഉൾപ്പെടുത്തണമായിരുന്നു. പക്ഷെ മറ്റവർ രണ്ടുപേരും മാറി ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഇവർ ഇത്രയും കൂടെ കിച്ചൺ ഏരിയയിൽ ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നു. തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്.